അടുത്തത് എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ. നൈട്രജനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്ന് ഡൂമാസ് മെത്തേഡ്, രണ്ടാമത്തത് ജെലാറ്റ്സ് മെത്തേഡ്. എന്താണ് ഡൂമാസ് മെത്തേഡ്? ഡൂമാസ് മെത്തേഡ് അനുസരിച്ച് ദ നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഫസ്റ്റ് ഹീറ്റഡ് വിത്ത് കുപ്രിക് ഓക്സൈഡ്. അപ്പോൾ നൈട്രജൻ ഉള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ കുപ്രിക് ഓക്സൈഡ് വെച്ച് ചൂടാക്കുക. അപ്പോൾ കുപ്രിക് ഓക്സൈഡ് വെച്ച് ചൂടാക്കുമ്പോൾ ഫ്രീ നൈട്രജൻ ഉണ്ടാവും. കാർബണും ഹൈഡ്രജനും ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറിപ്പോകും. ഇനി ചില ചാൻസിൽ കുറച്ച് നൈട്രജൻ്റെ ഓക്സൈഡും ഉണ്ടാകാം. അങ്ങനെ നൈട്രജൻ്റെ ഓക്സൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും റെഡ്യൂസ് ചെയ്ത് നൈട്രജനാക്കി മാറ്റുക. അതിനുവേണ്ടി ഇഫ് നൈട്രജൻ ഓക്സൈഡ് ഈസ് ഫോംഡ്, ഇറ്റ് ഈസ് ഹീറ്റഡ് അഗെയിൻ വിത്ത് കോപ്പർ ഗോസ്. കോപ്പറിൻ്റെ പ്രസൻസ് ചൂടാക്കുമ്പോൾ തിരിച്ച് കോപ്പർ ഓക്സൈഡായിട്ട് മാറും. അപ്പോൾ നൈട്രജൻ്റെ ഓക്സൈഡ് നൈട്രജനായിട്ട് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് നൈട്രജനെ കളക്ട് ചെയ്യാം ആ ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, നമ്മൾ എടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വെയ്റ്റ് W ഗ്രാം എന്നിരിക്കട്ടെ. അപ്പോൾ W ഗ്രാം ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു, അതിനെ കുപ്രിക് ഓക്സൈഡ് വെച്ച് ചൂടാക്കി. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ഓക്സിഡൈസ് ചെയ്തു, ഹൈഡ്രജൻ വാട്ടറായിട്ട് മാറി, ഫ്രീ നൈട്രജനും കിട്ടി. ഇനി ഏതെങ്കിലും ചാൻസിൽ നൈട്രജൻ വളരെ ഇനേർട്ടായതുകൊണ്ട് ഓക്സൈഡ് ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി ഏതെങ്കിലും ചാൻസിൽ നൈട്രജൻ എൻ്റെ ഓക്സൈഡായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഓക്സൈഡിനെ തിരിച്ച് നൈട്രജനാക്കി മാറ്റുക. അതിനുവേണ്ടി ആ നൈട്രജൻ ഓക്സൈഡിനെ എന്ത് ചെയ്യുക, കോപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുക. അപ്പോൾ കോപ്പർ നൈട്രജൻ ഓക്സൈഡിലുള്ള ഓക്സിജനെ വലിച്ചു മാറ്റിയിട്ട് നൈട്രജനാക്കി തിരിച്ചാക്കും. അപ്പോൾ കോപ്പർ ഓക്സൈഡായിട്ട് മാറും. അങ്ങനെ കംപ്ലീറ്റ് നൈട്രജനെ കളക്ട് ചെയ്യുക. ആ കളക്ട് ചെയ്ത നൈട്രജൻ്റെ വോളിയം മെഷർ ചെയ്യുക. അത് VmL എന്നിരിക്കട്ടെ. നമ്മൾ ചെയ്തത് T1 കെൽവിനും ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ കളക്ട് ചെയ്ത നൈട്രജൻ്റെ വോളിയം V1 ml എന്നെടുത്തു. നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് ചെയ്ത് T1 കെൽവിനിൽ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ കളക്ട് ചെയ്ത നൈട്രജൻ്റെ വോളിയം STP വോളിയമാക്കി മാറ്റുക. അതിന് നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ഒരു കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? P1 V1/T1 ഈസ് ഈക്വൽ ടു P2 V2/T2. അവിടെ നമുക്ക് STP വോളിയം V2 എന്നിരിക്കട്ടെ. അപ്പോൾ നൈട്രജൻ്റെ വോളിയം ഓഫ് നൈട്രജൻ കളക്റ്റഡ് അറ്റ് STPയിൽ കളക്ട് ചെയ്ത നൈട്രജൻ്റെ വോളിയം V2 ml കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ P1 V1/T2 ഡിവൈഡഡ് ബൈ T1 ഇൻറ്റു P2. ശരിയല്ലേ? ആണല്ലോ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? STPയിൽ എത്ര നൈട്രജൻ കളക്ട് ചെയ്യുമെന്ന് കിട്ടും. അങ്ങനെ STPയിൽ എത്ര നൈട്രജൻ കളക്ട് ചെയ്യുന്നുള്ളത് കിട്ടുമല്ലോ. ഇവിടെ P1 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എടുത്ത കണ്ടീഷനിലെ പ്രഷറാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അക്വസ് ടെൻഷൻ ഉണ്ടെങ്കിൽ ആ അക്വസ് ടെൻഷൻ കുറയ്ക്കുക. അതായിരിക്കും P1 എന്ന് പറയുന്നത്. V1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് V1 നമ്മൾ കളക്ട് ചെയ്ത വോളിയം. T2 എന്ന് പറയുന്നത് STP ടെമ്പറേച്ചർ. STP ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കത് കോൺസ്റ്റൻ്റ് ആണ്, 273 എന്ന് എടുക്കാം. ഓക്കെ, ഇനി T1 എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത ടെമ്പറേച്ചറാണ്. അത് നമുക്കറിയാം. ആ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഇനി എന്താണ് P2? STPയിലെ പ്രഷർ, അത് കോൺസ്റ്റൻ്റ് ആണ്, 760 mm². അപ്പോൾ ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് വോളിയം ഓഫ് നൈട്രജൻ കളക്റ്റഡ് അറ്റ് STP കിട്ടി. STPയിലെ നൈട്രജൻ്റെ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് ഗ്യാസിൻ്റെയും 1 mol STPയിൽ ഒരു കോൺസ്റ്റൻ്റ് വോളിയമാണ്. എത്രയാണ്? 22,400 ml അല്ലേ? അപ്പോൾ വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP എത്രയാണ്? V2 അല്ലേ? അങ്ങനെയാണെങ്കിൽ V2 ml ഓഫ് നൈട്രജൻ അറ്റ് STP ഈസ് ഈക്വൽ ടു എത്ര ഗ്രാമാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം 1 mol നൈട്രജൻ അറ്റ് STP എന്ന് പറയുന്നത് എത്രയാണ്? 22,400 ml അല്ലേ? 1 mol നൈട്രജൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28 ഗ്രാം അല്ലേ? അപ്പോൾ 28 ഗ്രാം നൈട്രജൻ അറ്റ് STP, 1 mol നൈട്രജൻ 28 ഗ്രാം. എത്രയാണ്? 22,400 ml. അങ്ങനെയാണെങ്കിൽ 1 ml നൈട്രജൻ അറ്റ് STP എത്രയായിരിക്കും? 22,400 ml 28 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 1 ml നൈട്രജൻ അറ്റ് STP എത്രയാണ്?
28 ഡിവൈഡ് ബൈ 22,400. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എത്ര വോളിയം ഓഫ് നൈട്രജനാണ് എസ് ടി പിയിൽ കിട്ടിയത്? V2 അല്ലേ? അങ്ങനെയാണെങ്കിൽ V2 ml ഓഫ് നൈട്രജൻ അറ്റ് എസ് ടി പി ഈസ് ഈക്വൽ ടു 28 ഡിവൈഡ് ബൈ 22,400 മൾട്ടിപ്ലൈഡ് ബൈ 1 ml എത്രയാണെങ്കിൽ V2 ml ഇൻറ്റു V2. അപ്പോൾ നൈട്രജൻ്റെ വെയിറ്റ് കിട്ടിയല്ലോ, ഇത്രയും ഗ്രാം എന്ന് കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ 28 ഗ്രാം നൈട്രജൻ 22,400 ml കാരണം 1 മോൾ. അങ്ങനെയാണെങ്കിൽ 1 ml വെയിറ്റ് എത്ര? 28 ഡിവൈഡ് ബൈ 22,400. അങ്ങനെയാണെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത നൈട്രജൻ്റെ എസ് ടി പിയിലെ വോളിയം എത്ര? V2. അപ്പോൾ V2 വോളിയത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്താണ്? 1 ml വെയിറ്റ് ഇതാണെങ്കിൽ V2 ml വെയിറ്റ് ഇൻറ്റു V2. അപ്പോൾ വാട്ട് ഈസ് എ ഗ്രാം? 28 ഡിവൈഡ് ബൈ 22,400 ഇൻറ്റു V2 ഗ്രാം. അപ്പോൾ നൈട്രജൻ്റെ വെയിറ്റ് കിട്ടിയല്ലേ? ഇനി നമുക്ക് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഓഫ് നൈട്രജൻ in the organic compound divided by mass of organic compound multiplied by 100. ശരിയല്ലേ? അപ്പോൾ മാസ് ഓഫ് നൈട്രജൻ ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് കിട്ടി. V2 ml ആണ് നൈട്രജൻ നമുക്ക് കിട്ടിയത്. അതിൻ്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു സ്റ്റോഷിയോമെട്രി വെച്ച്. എത്രയത്? 28 ഡിവൈഡ് ബൈ 22,400 അല്ലേ? ഇൻറ്റു V2 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് അത് എത്രയായിരുന്നു? W. എന്നാൽ 100 എത്ര? ശരിയല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ കാൽക്കുലേഷൻ? 28 ഡിവൈഡ് ബൈ 22,400 ഇൻറ്റു V2 ബൈ W ഇൻറ്റു 100. ദിസ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ. അപ്പോൾ ഡൂമാസ് മെത്തേഡ് അനുസരിച്ച് നൈട്രജൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? എസ് ടി പിയിലെ നൈട്രജൻ്റെ വോളിയം വേണം, പിന്നെ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് വേണം. പക്ഷേ പലപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് ചോദിച്ചാൽ എസ് ടി പിയിലെ നൈട്രജൻ്റെ വോളിയം തരത്തില്ല. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കളക്ട് ചെയ്ത നൈട്രജൻ്റെ വോളിയം തരും. ഫോർ എക്സാമ്പിൾ T1 കെൽവിനിൽ കളക്ട് ചെയ്തത് V1 ml എന്ന് തരും. അങ്ങനെയാണെങ്കിൽ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ വെച്ചുകൊണ്ട് എസ് ടി പിയിലെ വോളിയം കണ്ടുപിടിക്കണം. അത് V2. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല വെച്ച് ചെയ്യാം. അപ്പം ഈ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ V2 നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. എവിടെ നിന്ന്? ഇനിഷ്യൽ കളക്ട് ചെയ്ത വോളിയം V1 ml ആയിരിക്കും. അതിൽ നിന്ന് എസ് ടി പി വോളിയം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ എസ് ടി പി വോളിയം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കിട്ടും. എന്ത് തന്നിരിക്കും? വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് തന്നിരിക്കും. ഇതാണ് ഡൂമാസ് മെത്തേഡ്. ഓക്കെ.